ഞാൻ ചൈനയ്ക്ക് പോകാനായിട്ട് എനിക്ക് താല്പര്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫോക്സ്ഡെയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുവാനും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിശ്രമിക്കുകയും ഉടനെ പെട്ടെന്ന് പത്മകുമാർ സാറുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്യുകയും നമ്പർ കിട്ടി കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ചെയ്തതിന് ശേഷം എൻ്റെ വിസ പ്രൊസീജിയറെല്ലാം പെട്ടെന്ന് കൈകാര്യം ചെയ്യുകയും എന്നെ ഇവിടെ കൊണ്ടുവരികയും പിന്നെ എന്നെ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് എന്നെ ഹോട്ടലിലെത്തിക്കുകയും അവിടെ നിന്ന് പിന്നെ കമ്പനി സപ്പോർട്ടുകൾ തരികയും പർച്ചേസിങ്ങിൻ്റെ സപ്പോർട്ടുകൾ തരികയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മറ്റ് കമ്പനികൾ വരുന്നുണ്ടെങ്കിൽ ടൂർ പ്രോഗ്രാമല്ല ഇത്, അത് വിചാരിച്ചാലും വരുന്നത് ടൂർ പ്രോഗ്രാമും ഒപ്പം നമ്മുടെ ബിസിനസ് ഉയർത്താനുള്ള ഒരു മാർഗവും കൂടെയാണ് ഈ ഫോക്സ്ഡെയിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർക്കൂടെ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടുകളുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാനൻ ഫെയർ കാണേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കമ്പനികളുടെയും ഒരു ഓഫീസും അവരുടെ സ്റ്റാഫുകളും അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് നമ്മൾക്കൊരു കമ്പനിയായിട്ട് അവർ പരിചയപ്പെടുകയും അവിടെ നിന്ന് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ കമ്പനി വിസിറ്റിനും മറ്റ് കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ടുപോവുകയും അവിടെ ചെന്നിട്ട് നമ്മളോട്ടുള്ള ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ നാട്ടിലേക്ക് എന്താ വേണ്ടുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവിടുത്തെ പ്രൈസും ഇവിടുത്തെ പ്രൈസും താരതമ്യം ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പിന്നെ നാട്ടിൽ നമുക്ക് ഇതിലും വില കുറച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് അറിയാൻ പറ്റും. അതോട് താരതമ്യം ചെയ്യുമ്പോൾ അതാണ് കാനൻ ഫെയറിൽ ഞാൻ വന്നപ്പോൾ കാണാൻ പറ്റിയ എന്നെ സംബന്ധിച്ച് ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. വന്നപ്പോൾ തൊട്ട് ഞാൻ ഫുഡ് കാര്യങ്ങളും അക്കോമഡേഷനായാലും ഞാൻ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ താമസമുണ്ട്. ഇതേപോലെ അക്കോമഡേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് മെച്ചം. രാവിലത്തെ ഫുഡായാലും നല്ല നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു ഫുഡും 5 സ്റ്റാർ ഡീലിങ്ങിനുള്ള ഒരു ഫുഡും കാര്യങ്ങളും എല്ലാമാണ് രാവിലെ. ഫുഡിൻ്റെ കാര്യം ബാക്കിയുള്ള സമയം നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാ ഭാഗത്തും നമുക്ക് ഏത് ഭാഗത്ത് ചെന്നാലും നല്ല ഫുഡ് കിട്ടുകയും നല്ല ഹൈ ക്വാളിറ്റി. നമ്മൾ കാണുന്ന ചൈനയല്ല ഇത്. ചൈനയിൽ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫോക്സ്ഡെയിലുമായിട്ട് വരുവാണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും ഉത്തമവും നമ്മുടെ ചിലവ് രീതികളും എല്ലാം ചുരുക്കവും നമ്മുടെ ബിസിനസ് പഠിക്കുവാനും ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. ഫോക്സ്ഡെയിലാണ്.